ഹായ്, കരിയർ ഗൈഡൻസിൻ്റെ 14ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ സെഷന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ചോദ്യത്തിലൂടെ. രണ്ടാളുകൾ അവർ ഒരേ ജോലിയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്ന മാസ ശമ്പളം എന്ന് പറയുന്നത് 1,00,000 രൂപ. ഇപ്പം രണ്ട് വ്യക്തികൾ അവർ ഒരേ ജോലി ചെയ്യുന്നു, ഒരേ ശമ്പളം ലഭിക്കുന്നു. പക്ഷെ അതിൽ ജോലി ചെയ്യുന്ന ഒരാൾ എന്താണ്, തൻ്റെ ജോലിയിൽ വളരെയധികം സന്തോഷവാനാണ്. എന്നാൽ രണ്ടാമത്തെ ആൾ അവന് എല്ലാ ദിവസവും ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ജോലിയിൽ നിന്ന് എങ്ങനെ ക്വിറ്റ് ചെയ്യാം, ജോലി എങ്ങനെ രാജിവെക്കാം എന്നതിനെ കുറിച്ചാണ് രണ്ടാമത്തെ ആൾ പിന്നെന്ത് ചെയ്യുന്നത്, ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ തരത്തിലുള്ള വ്യത്യാസം ഉണ്ടാകുന്നത്? രണ്ടാൾക്കും ശമ്പളം ഒരുപോലെയാണ് അല്ലേ? പക്ഷെ വിജയം എന്ന് പറയുന്നത്, ഒരാളുടെ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് അത് ശമ്പളം കൊണ്ട് മാത്രമല്ല അളക്കപ്പെടുന്നത്. നമ്മുടെ ജോലി മൂല്യങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്നുകൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അന്വേഷിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനി എന്താണ് മൂല്യങ്ങൾ എന്ന് പറയുന്നത്? മൂല്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായി വിശ്വസിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ തീരുമാനങ്ങളുമായിട്ട് നയിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ തീരുമാനങ്ങളെ നയിക്കുന്ന നമ്മുടെ വിശ്വാസങ്ങളും മുൻഗണനകളുമാണ് വാല്യൂസ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് എന്നിപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളോട് തന്നെ ചോദിക്കുകയാണ്, എന്ന ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മുടെ വാല്യൂസ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഒരു വിദ്യാർത്ഥിയോട് ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നത്? ആ ഉത്തരം പറഞ്ഞു, എന്താണ്, എനിക്ക് രോഗികളെ സഹായിക്കണം, പാവപ്പെട്ട ആളുകൾ എന്ത് ചെയ്യണം, എനിക്ക് സഹായിക്കണം. അപ്പോൾ ഇവിടെ ഡോക്ടർ ആകുക എന്നുള്ളത് ആ വിദ്യാർത്ഥിയുടെ കരിയറാണ്. ഡോക്ടർ ആവുക എന്നുള്ളത് കരിയറാണ്. പക്ഷെ മറ്റുള്ള ആളുകളെ സഹായിക്കുക എന്നുള്ളത് അവൻ്റെ വാല്യൂസ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി വേറൊരു വിദ്യാർത്ഥി പറയാണ്, എനിക്ക് വലിയ ശമ്പളം വേണം. അപ്പോൾ വലിയ ശമ്പളം വേണമെന്ന് പറയുകയാണെങ്കിൽ അവിടെ നിന്നാണ് സാമ്പത്തിക വിജയം എന്ന് പറയുന്നതാണ് അവൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അയാൾക്ക് ആളെ സഹായിക്കണം എന്നുള്ളതല്ല, അവൻ്റെ വാല്യൂസ് എന്താണ്, എനിക്ക് നല്ല ശമ്പളം കിട്ടുക എന്നുള്ളതാണ്. ഇനി വാല്യൂസ് എന്തുകൊണ്ടാണ് പ്രധാനമാകുന്നത് എന്ന് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കാം. ഒരു കരിയർ കൗൺസിലറുടെ ജോലി എന്ന് പറയുന്നത് ഏറ്റവും നല്ല ജോലി ആൾക്ക് കണ്ടെത്തി കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, പകരം ഈ വിദ്യാർത്ഥിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ജോലി ഏതെന്ന് കണ്ടെത്തുക എന്നതാണ്. അതിനാദ്യം അറിയേണ്ടത് അവൻ്റെ വാല്യൂസ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ വാല്യൂസ് ഇല്ലാതെ കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു വിദ്യാർത്ഥി കൂട്ടുകാരെ കണ്ട് എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ അത് മെഡിക്കൽ കരിയറോ തിരഞ്ഞെടുക്കുന്നു. പക്ഷെ അവനെന്തില്ല, അവന് കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ അവന് ആളുകളെ സഹായിക്കണമെന്നാണ് കൂടുതൽ ഇഷ്ടം. അവന് കമ്പ്യൂട്ടറിലൊന്നും താല്പര്യമില്ല. ഒരു 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ പറയും, ഈ ജോലി എനിക്ക് ശരിയാവണില്ല. കാരണം അവൻ്റെ കരിയറും അവൻ്റെ വാല്യൂസ് എന്ത് ചെയ്യുന്നില്ല, അവിടെ പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പം നമുക്ക് നമ്മുടെ വാല്യൂസിനോട്, അല്ലെങ്കിൽ നമ്മുടെ കരിയർ നമ്മുടെ വാല്യൂസുമായിട്ട് കണക്റ്റ് ആവുന്നില്ലെങ്കിൽ നമുക്ക് ആ കരിയറിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ്.